കഥ ശവഭൂമിക. എഴുതി അവതരിപ്പിക്കുന്നത് ഡോളി തോമസ്. ഇന്ന് ഷാഹിദയെ കാണാൻ പോകുന്നത് വെറും കൈയോടെ ആകരുതെന്ന് കരുതി ദിവസങ്ങളായി പരിചരിക്കപ്പെടാത്ത ദേവാലയമുറ്റത്തെ പൂന്തോട്ടത്തിലെ ചെടികളിൽ ഒരു പൂവെങ്കിലുമുണ്ടോ എന്ന് പരതുകയായിരുന്നു സഫ്വാൻ. നേരിയ തണുപ്പുള്ള ആ പ്രഭാതത്തിൽ അവൻ്റെ മനസ്സിനെ എന്തെന്നില്ലാത്ത ഒരനുഭൂതി ആവരണം ചെയ്തു. തൻ്റെ പ്രേയസിക്ക് പിറന്നാൾ സമ്മാനമായി നൽകാൻ മറ്റൊന്നുമില്ല. അല്ലെങ്കിലും അധിനിവേശത്തിൽ തകർന്നു കിടക്കുന്ന രാജ്യത്ത് എന്താണിനി ബാക്കിയുള്ളത്? സഫ്വാൻ്റെ മനസ്സറിഞ്ഞതുപോലെ പാതിയും ഉണങ്ങിയ പനിനീർ ചെടിയിൽ ഒരു ചുവന്ന റോസാപ്പൂവ് വിടരാൻ വെമ്പി നിൽക്കുന്നു. അത് ശ്രദ്ധയോടെ പൊട്ടിച്ചെടുത്തുകൊണ്ട് സഫ്വാൻ ആഞ്ഞു നടന്നു. ഗന്ധകവും പൊടിയും കൂടിക്കലർന്ന അതിരൂക്ഷമായ ഗന്ധം തലച്ചോറിനെ മന്ദീഭവിപ്പിക്കുന്നുണ്ട്. അതൊന്നും മാർഗതടസ്സമുണ്ടാക്കിയില്ല. ഷാഹിദയുടെ വീടിരുന്ന സ്ഥലത്തോടടുക്കും തോറും സംശയമായി, തനിക്ക് വഴിതെറ്റിയോ? നടപ്പിൻ്റെ വേഗത ഒന്ന് കുറച്ചു. ഇല്ല, തെറ്റിയിട്ടില്ല. മുറ്റത്തെ ഒലിവുമരം മാത്രം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പാദങ്ങളിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. പൊളിഞ്ഞു കിടന്ന വാതിലിലൂടെ വിറയ്ക്കുന്ന കാലുകളുമായി അകത്തു കടന്നു. ഷാഹിദ. പ്രഭാതത്തിലെ മഞ്ഞും പുകപടലവും പൊടിയും മൂടിയ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ അല്പജീവനുമായി കിടക്കുകയായിരുന്ന ഷാഹിദ വിളി കേട്ടു. ആ നേർത്ത ശബ്ദം ഹൃദയത്തിലെ തുടിപ്പിൻ്റെ ആക്കം കൂട്ടി. ശരീരം ഒന്നുലഞ്ഞു. കണ്ണുകൾ വലിച്ചു തുറക്കാൻ ഒരു ശ്രമം നടത്തി. പരാജയപ്പെട്ടു പോയെങ്കിലും അർദ്ധബോധാവസ്ഥയിലും വീണ്ടും ആ വിളി കേട്ടു. ഷാഹിദ. സഫ്വാ. ചുണ്ടുകൾ മെല്ലെ അനങ്ങി. പക്ഷേ ശബ്ദം വെളിയിൽ വന്നില്ല. അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. നാവ് തൊണ്ടക്കുഴിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ശരീരം ഒടിച്ചു നുറുക്കിയതുപോലെ. മങ്ങിത്തുടങ്ങിയ ഓർമ്മകളിൽ പെട്ടെന്നൊരു സ്ഫോടന ശബ്ദവും കുഞ്ഞു നിലവിളിയും മുഴങ്ങി. മഹമ്മൂദിൻ്റെ മകൾ നൂറ. ദൈവമേ! സഫ്വാൻ്റെ വിളി അടുത്തടുത്ത് വരുന്നു. തലേ രാത്രിയിലെ ഭയാനകമായ ആ രംഗം ഒരു നിമിഷം ഷാഹിദയുടെ ഓർമ്മയിൽ തെളിഞ്ഞു. ഭക്ഷണം കഴിക്കുകയായിരുന്ന തൻ്റെയും കുടുംബത്തിൻ്റെയും ഇടയിലേക്കാണ് വെടിയൊച്ചകളും പിന്നാലെ ബൂട്ടുകളുടെ ശബ്ദവും മുഴങ്ങിക്കയറിയത്. ഭയന്ന് മെല്ലെ മേശയ്ക്കടിയിലേക്ക് നൂണ്ടത് ഓർമ്മയുണ്ട്. അബ്ബയുടെയും ഉമ്മയുടെയും നിലവിളി. ഇതിനിടയിൽ എങ്ങനെയോ കട്ടിലിനടിയിലേക്ക് എത്തിയിരുന്നു. ഹൃദയമിടിപ്പ് ബൂട്ടുകളുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിലായി. തുരുതുരാ മുഴങ്ങുന്ന വെടിയൊച്ചയിൽ ചിതറിത്തെറിക്കുന്ന വീടും വീട്ടുപകരണങ്ങളും. ആരോ കാലിൽ പിടിച്ചു വലിച്ചു പുറത്തേക്കിട്ടപ്പോൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. ദുർബലമായ ചെറുത്തുനിൽപ്പുകൾക്കൊടുവിൽ വിവസ്ത്രമാക്കപ്പെട്ട ശരീരത്തേക്ക് അമരുന്ന ഭാരം. ആ വന്യമൃഗങ്ങളുടെ അമറലുകളിൽ നിലവിളി മുങ്ങിപ്പോയി. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ രണ്ടാമത്തെയാളും മേലേക്ക് വീണപ്പോഴേക്കും ബോധം നശിച്ചിരുന്നു. ഷാഹിദ. ഇപ്പോൾ തൊട്ടടുത്തു നിന്നാണ് ആ വിളി. മരവിച്ച കൈ ഒന്നനക്കാൻ ശ്രമിച്ചപ്പോൾ എവിടെയോ തട്ടി. ശബ്ദം കേട്ട് മറിഞ്ഞുകിടന്ന അലമാരയുടെ മുകളിലൂടെ എത്തി നോക്കിയ സഫ്വാൻ നെഞ്ചുലയ്ക്കുന്ന നിലവിളിയോടെ അലമാര തള്ളിമാറ്റി. കീറിപ്പറഞ്ഞ ആ ശരീരം വാരിയെടുത്തു. ദേവാലയം ലക്ഷ്യമാക്കി നടന്നു. പോക്കറ്റിലിരുന്ന പൂവ് ആ ശരീരങ്ങൾക്കിടയിലിരുന്ന് ചതഞ്ഞു. എന്തിലോ തട്ടി കാലൊന്നിടറിയപ്പോൾ ആഞ്ഞുപോയി. തോളിൽ കിടക്കുന്ന പാതി ജീവൻ താഴെ വീഴാതെ പണിപ്പെട്ട് കാലുകളെ സമതുലിതാവസ്ഥയിൽ നിർത്തി. കൺമുന്നിൽ ഇരുട്ടു മാത്രം. വെളിച്ചമാകേണ്ട വിളക്കണയാൻ പോകുന്നു. അബ്ബയും ഉമ്മയും സഹോദരങ്ങളും നഷ്ടപ്പെട്ടിട്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ച ഘടകമായിരുന്നു ഷാഹിദ. ഒടുവിൽ അതും. സഫ്വാൻ ഇടറി ആ ശരീരവുമായി മുന്നോട്ട് നടന്നു. പള്ളിമേടയ്ക്ക് മുകളിലൂടെ ഒരു യുദ്ധവിമാനം ഇരമ്പിപ്പാഞ്ഞു പോയപ്പോൾ ആ പുരോഹിതൻ വായിച്ചു കൊണ്ടിരുന്ന വേദപുസ്തകം മടക്കിവെച്ചു. മുറിവേറ്റും പൊള്ളിയും കരിഞ്ഞും നിരത്തുകളിൽ ചിതറിക്കിടക്കുന്ന മനുഷ്യർ, ലോകമനസാക്ഷിയെ നടുക്കുന്ന കാഴ്ചകൾ. നശിച്ചുപോയ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ എത്ര ജീവനുകൾ ഇനിയും പൊലിയാതെ ബാക്കിയുണ്ടാവാം. പലായനം ചെയ്യാൻ പോലും ഭയന്ന് എപ്പോഴാണൊരു ബോംബോ മിസൈലോ തലയിൽ പതിക്കുക എന്നറിയാതെ ഭീതിയിൽ വിശപ്പും ദാഹവും പോലും മറന്ന പ്രാർത്ഥനയോടെ വീടുകൾക്കുള്ളിൽ കഴിയുന്നവരുടെ ദൈന്യം സമാനതകളില്ലാത്തതാണ്. ഈ യുദ്ധം എന്നാണെന്ന് അവസാനിക്കുക? മറ്റൊരുവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള മനുഷ്യൻ്റെ ത്വര ഒരിക്കലും അടങ്ങില്ലെന്ന് തോന്നുന്നു. എണീറ്റു ജാലകവാതിൽ അല്പം തുറന്നപ്പോൾ തന്നെ ഗന്ധകമണവുമായി ഒരു കാറ്റകത്തേക്ക് കയറി വന്നു. മേടയുടെ സമീപം ഇനിയും തകരാതെ നിൽക്കുന്ന ദേവാലയ ഹാളിൽ കുറച്ചു മനുഷ്യർ അഭയം തേടിയെത്തിയിട്ടുണ്ട്. അതിൽ പരിചിതരായവരും അപരിചിതരുമായ മുഖങ്ങളുണ്ട്.
എല്ലാവരുടെയും കണ്ണുകളിൽ കാണാൻ കഴിയുന്നത് പേടിയുടെ നിഴൽ മാത്രം. പട്ടണപ്രാന്തത്തിലായതുകൊണ്ടാണ് ഈ ദേവാലയം ഇപ്പോഴും തകരാതെ നിൽക്കുന്നത്. രാജ്യത്തിന് ഉപരോധവും കൂടി ഉള്ളതിനാൽ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്ന ജനതയ്ക്ക് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഹെലികോപ്റ്ററുകൾ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നുണ്ട്. യുദ്ധം തുടങ്ങും മുന്നേ സഹോദരൻ്റെ വിവാഹം ആശീർവദിക്കാനായി നാട്ടിൽ പോയ സഹവൈദികന് മടങ്ങി വരാനായില്ല. അതിനാൽ അഭയം തേടിയെത്തിയവരുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കി നടത്തേണ്ട ചുമതല ഇത്തിരി ദുഷ്കരമായിരുന്നുവെങ്കിലും അവരുടെ കൂടെയുള്ള യുവാക്കൾ എന്ത് സഹായവും ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുകയാണ്. ഇസ്ലാമെന്നോ പാഴ്സിയെന്നോ യഹൂദനെന്നോ വേർതിരിവില്ലാതെ സ്വന്തം സഹോദരങ്ങളെപ്പോലെയാണ് അവരിവിടെ പ്രവർത്തിക്കുന്നത്. പാവം മനുഷ്യർക്ക് തമ്മിൽ യാതൊരു സ്പർദ്ധയുമില്ല. ഭരിക്കുന്നവൻ്റെ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലമനുഭവിക്കേണ്ടത് നിസ്സഹായരായ മനുഷ്യരാണല്ലോ എന്നോർത്ത് ആ പുരോഹിതന് ദുഃഖം തോന്നി. വാർത്താവിതരണ സംവിധാനങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ട് കിടക്കുകയായിരുന്നതിനാൽ പുറത്തെ വിവരങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇടയ്ക്കിടെ ഇരമ്പിപ്പാഞ്ഞു പോകുന്ന വിമാനങ്ങളുടെയും പിന്നാലെയുള്ള സ്ഫോടന ശബ്ദവുമല്ലാതെ ശ്മശാനമൂകതയാണ് എങ്ങും. നിരത്തുകൾ മുഴുവൻ പട്ടാളം കയ്യേറി. അവർ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾക്കതിരുകളില്ല. അന്തരീക്ഷമാകെ പുകപടലങ്ങൾ നിറഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരു കാറ്റ് തുറന്നിട്ട ജാലകപ്പാളികൾക്കിടയിലൂടെ അകത്തേക്ക് കയറിയപ്പോൾ അദ്ദേഹം ജനലടച്ചു തിരികെ കസേരയിലേക്കിരുന്നു. അപ്പോഴേക്കും ആരോ വാതിലിൽ തട്ടി. എണീറ്റ് ചെന്ന് വാതിൽ തുറന്നു. "എന്താ അമീർ?" "റബ്ബി, അവിടെ ഷാഹിദയ്ക്ക്." പറഞ്ഞു തീർന്നില്ല. അതേ സ്പീഡിൽ ഓടി അമീറിൻ്റെ പിന്നാലെ നീരുവെച്ച കാലുകൾ വലിച്ചു വെച്ച് ഹാളിൽ ചെല്ലുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയുമായി ഷാഹിദയ്ക്ക് ചുറ്റും നിൽക്കുന്നതാണ് കണ്ടത്. എല്ലാ മുഖങ്ങളും മരിച്ചു മരവിച്ച ശവത്തിൻ്റേതുപോലെ നിർവികാരത ബാധിച്ചിരുന്നു. വൈദികനെ കണ്ടപ്പോൾ കൂടി നിന്നവർ പിന്നോട്ട് മാറി വഴിയൊരുക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ആ കുട്ടി മരണത്തോടടുക്കുകയാണെന്ന്. സഫ്വാൻ ഷാഹിദയെ മടിയിൽ കിടത്തി സർവ്വതും നഷ്ടപ്പെട്ടവനെപ്പോലെ ഭിത്തിയിൽ ചാരിയിരിക്കുന്നു. തണുപ്പ് പടരാൻ തുടങ്ങിയ മുറിവേറ്റ് വിരൂപമായ നെറ്റിയിൽ കൈചേർത്ത് പ്രാർത്ഥിച്ച് സഫ്വാനോട് ഇത്തിരി വെള്ളം തൊട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആരോ ഒരു ബോട്ടിലിൽ അവശേഷിച്ച അവസാനത്തുള്ളി ജലം കൊണ്ടുവന്നു. സയ്യദിൻ്റെ ഉമ്മ അത് വാങ്ങി ഷാളിൻ്റെ അറ്റം കീറി ശ്രദ്ധാപൂർവം ആ തുണിക്കഷ്ണം നനച്ച് സഫ്വാൻ്റെ നേർക്ക് നീട്ടിയപ്പോൾ അവൻ യാന്ത്രികമായി അത് വാങ്ങി ഷാഹിദയുടെ ചുണ്ടിൽ ഇറ്റിച്ചു. ഇതൊന്നും അറിയാതെ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെയും അവരെ സമാധാനിപ്പിക്കുന്ന അമ്മമാരുടെയും ദുർബലമായ ശബ്ദം അടുത്ത ഹാളിൽ ഉയർന്നു കേൾക്കാം. അദ്ദേഹം അവരുടെ അടുത്തേക്ക് ചെന്നു. "ഇന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല." ആ സമാധാന വാക്കുകൾ കേട്ട അമ്മമാരുടെ അതിദയനീയമായ നോട്ടത്തെ നേരിടാനാവാതെ തിരിഞ്ഞു നടന്ന വൈദികൻ പള്ളിയുടെ നേരെ തിരിഞ്ഞ് കുരിശു വരച്ചു. ഓരോ യുദ്ധത്തിലും ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുമാണല്ലോ. ജീസസ്, നീ ഇതൊന്നും കാണുന്നില്ലേ? ആ മനസ്സ് പ്രാർത്ഥനാനിരതമായി. വിശപ്പടക്കാൻ ആകെ കിട്ടുന്നത് റൊട്ടിയും ഒലിവെണ്ണയും കുറച്ച് പയർ വർഗ്ഗങ്ങളുമാണ്. വല്ലപ്പോഴും കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ അത്രയും സൂക്ഷിച്ചുപയോഗിച്ചാണ് ഓരോരുത്തരും ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. സഹചാരികളായ രോഗങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ദേവാലയത്തിലേക്ക് ഓടും. കുറേ നേരം പ്രാർത്ഥിക്കും. അപ്പോൾ വല്ലാത്തൊരു ഊർജം മനസ്സിലും ശരീരത്തിലും വന്നു നിറയുന്നത് അറിയാൻ കഴിയുന്നുണ്ട്. ആക്രമണം അവസാനിക്കുന്നതിനെപ്പറ്റി പ്രത്യാശ പകരുന്ന ഒരു സൂചനയും ലഭിക്കുന്നില്ല. റെഡ് ക്രോസിൻ്റെ ഭക്ഷണപ്പൊതി കിട്ടിയിട്ടിപ്പോൾ 2 ദിവസമായി. രാവിലെ മുതൽ വെള്ളവും തീർന്നിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടു നിൽക്കാനാവാതെ ഏന്തി മുറിയിലെത്തി. അമീറും ജോനാഥനും ഷാഹിദയുടെ മരണവാർത്തയുമായി വീണ്ടും വന്നു. ദേവാലയ സെമിത്തേരിയിൽ മൃതസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ അനുവാദം കൊടുത്തു. വൈകുന്നേരത്തോടെ എല്ലാവരും കൂടി ആ ചടങ്ങ് നടത്തി. ഈ ലോകത്തൊന്നും അല്ലാത്തതുപോലെ നിൽക്കുന്ന സഫ്വാനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ തോളിലൊന്നമർത്തി തിരിഞ്ഞു നടന്നു. ചുറ്റും നിൽക്കുന്നവരുടെ മുഖങ്ങളിലും ദുഃഖം ഘനീഭവിച്ച് കിടക്കുന്നു. ആ ഹാളിലും അപ്പുറത്തും അതീവ നിശബ്ദതയായിരുന്നു. കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ തളർന്നു മയങ്ങുകയാവും. ദേവാലയത്തിനുള്ളിലായിരിക്കുമ്പോൾ ഒരു യുദ്ധവിമാനം അതിഭീകര ശബ്ദത്തോടെ ആകാശം തുളച്ചിരമ്പിപ്പോകുന്നതും പിന്നാലെ കാതടപ്പിക്കുന്ന വലിയൊരു സ്ഫോടന ശബ്ദവും ആ വൈദികൻ വ്യക്തമായി കേട്ടു. റെഡ് ക്രോസ് വോളണ്ടിയർമാർ തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു ജീവൻ ബാക്കിയുണ്ടോ എന്ന് തിരഞ്ഞ് മുറിവേറ്റവരെയും മരിച്ചവരെയും നീക്കം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു പുരോഹിതനുണ്ടായിരുന്നല്ലോ എന്നവരിലൊരാൾ ഓർത്തത്. പള്ളിമുറിയുടെ അവശിഷ്ടങ്ങളിൽ ആദ്യം തിരഞ്ഞു. അവിടെയൊന്നും കാണാഞ്ഞ് കരിങ്കല്ലിൽ പണിതീർത്ത ഭാഗികമായി തകർന്നു കിടക്കുന്ന ദേവാലയത്തിൻ്റെ സമീപത്തേക്ക് അവർ നടന്നു. അവിടെ ഇനിയും തകരാതെ ബാക്കിയായ മദ്ബഹായുടെ ഭാഗത്തെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു വെളുത്ത കുപ്പായം കണ്ട് ശ്രദ്ധയോടെ തടിയുടെയും ഇരുമ്പിൻ്റെയും ആസ്പെറ്റോസിൻ്റെയും അവശിഷ്ടങ്ങൾ നീക്കിയപ്പോൾ
ഒഴിഞ്ഞ കുസ്തോതിയും നെഞ്ചോട് ചേർത്ത് ആ വൈദികൻ ചുവരിൽ ചാരിയിരിക്കുന്നു. വാളണ്ടിയേഴ്സിൽ ഒരാൾ കുസ്തോതി ശ്രദ്ധാപൂർവം എടുത്ത് സക്രാരിയിൽ വെച്ച് കുരിശ് വരച്ചു. ബാക്കിയുള്ളവർ അദ്ദേഹത്തെ എടുത്ത് സ്ട്രെച്ചറിൽ കിടത്തി ആംബുലൻസിനടുത്തേക്ക് നടന്നു. അപ്പോൾ ആ ശരീരത്തിൽ ജീവൻ്റെ ചെറിയ തുടിപ്പ് ബാക്കിയുണ്ടായിരുന്നു. താങ്ക് യു.